ശാന്തി ദേവി ഭട്കർ എന്ന സാധാരണക്കാരിയായിരുന്ന വീട്ടമ്മ മുംബൈയിലെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറിയ കഥ നമ്മളെയൊക്കെ തെല്ലുന്ന് അമ്പരപ്പിക്കുക തന്നെ ചെയ്യും. ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല. പലപ്പോഴും ഒരുപാട് അനീതികൾ നേരിടേണ്ടി വരുന്ന ചില വ്യക്തികൾ അതിജീവനത്തിൻ്റെ ഭാഗമായി മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ശാന്തി ദേവിക്കും പറയുവാനുള്ളത്. 1982 മഴ പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ ശാന്തി ദേവിയെയും അവരുടെ ചെറിയ 2 മക്കളെയും വീടിന് പുറത്താക്കി ആ വാതിൽ വലിച്ചടച്ച ഭർത്താവ് അടഞ്ഞുകിടക്കുന്ന വാതിലിന് നേരെ നോക്കി ആ വാതിലിൽ അടിക്കടി മുട്ടിക്കൊണ്ട് തന്നെയും മക്കളെയും വീട്ടിൽ പ്രവേശിപ്പിക്കണമെന്ന് ആ കോരിച്ചൊരിയുന്ന മഴയത്ത് നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി അവർ യാചിച്ചു. എന്നാൽ വീട്ടിൽ അവശേഷിച്ച വസ്ത്രങ്ങൾ കൂടെ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ വീടിൻ്റെ വാതിൽ എന്നേക്കുമായി അവർക്ക് നേരെ കൊട്ടിയടയ്ക്കുകയാണ് ആ ഭർത്താവ് ചെയ്തത്. അതെ, അയാൾക്ക് ഭാര്യയെയും കൊണ്ടുള്ള ആവശ്യം എന്നേക്കുമായിട്ട് ഇതാ അവസാനിച്ചിരിക്കുന്നു. എവിടേക്ക് പോകണമെന്നറിയാതെ 2 ചെറിയ കുട്ടികളുടെ കൈയും പിടിച്ച് നിസ്സഹായയായി അവിടെ നിന്ന സ്ത്രീ ഒരുപാട് നേരം കരഞ്ഞു. വാതിക്കൽ കൂടുതൽ ശക്തിയോടെ തട്ടി നോക്കി. പക്ഷേ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സഹികെട്ടവർ ദൃഢമായ കാൽവയ്പ്പുകളോടെ താൻ ധരിച്ചിരുന്ന സാരി ഒന്നുകൂടെ ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് നടന്നകന്നു. അവർ നടന്നുപോയത് സിദ്ധാർത്ഥ് നഗറിലേക്കാണ്. അതെ, അവിടെയായിരുന്നു അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെയും താമസിച്ചിരുന്നത്. 5 സഹോദരന്മാരുടെ ഏക സഹോദരിയായിരുന്നു ശാന്തി ദേവി. അവരുടെ ബാല്യകാല ജീവിതം അത്ര സന്തുഷ്ടകരമൊന്നും ആയിരുന്നില്ല. എന്തിനേറെ പറയുന്നു, സഹോദരങ്ങൾ പലപ്പോഴും ജയിലിൽ താമസിക്കുന്ന തടവു പുള്ളികളും. അങ്ങനെ നടന്ന് അവിടെയുള്ള ഒരു ഒറ്റമുറി വാതിൽക്കലിൻ്റെ ആ ഡോറിൻ്റെ ചുവരിൽ അവർ ചെന്ന് തട്ടി. ഇവരുടെ തട്ട് കേട്ട് അവസാനം വാതിൽ തുറന്ന് നാത്തൂന് ഇവരെ കണ്ട് ഒന്ന് പകച്ചു. എന്നാൽ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ട് സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ശാന്തി ദേവിയെയും മക്കളെയും നാത്തൂൻ ആ ഒറ്റമുറി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഇനി എങ്ങനെ തൻ്റെ മക്കളെ പോറ്റുമെന്നറിയാതെ ആ സ്ത്രീ കുറേ ദിവസം നിസ്സഹായിയായിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ കുത്തിയിരുന്നു. പിന്നീട് വിശക്കുന്ന വയറിന് എന്താണ് പരിഹാരമെന്ന് അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെ 2 മണിക്കൂർ വീതം ജോലി ചെയ്താൽ 200 രൂപ ലഭിക്കുമെന്ന് ആരോ പറഞ്ഞു. ശരി, മക്കളെ പുലർത്താൻ വീട്ടുജോലി തന്നെ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു 3 വീട്ടിലെങ്കിലും തനിക്ക് പണി കിട്ടിയാൽ 600 രൂപ സമ്പാദിക്കാം, പട്ടിണി കൂടാതെ മക്കളെ വളർത്താമെന്ന് അവർ ധരിച്ചു. അങ്ങനെ 3 വീട്ടിൽ 600 രൂപയ്ക്ക് വേലക്കാരിയായിട്ട് അവർ തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ പതിവായിട്ട് ചായ കുടിക്കുന്ന കടയിൽ എത്തുകയും ചായ കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയും ചെയ്തു. എന്നാൽ ശാന്തി ദേവി എന്ന ഈ സ്ത്രീയെ നിരീക്ഷിച്ചുകൊണ്ട് ഒന്നിലേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരിൽ ഒരാൾ ചെന്നിട്ട് ശാന്തി ദേവിയോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ ഞാൻ പലപ്പോഴായിട്ട് കാണാറുണ്ട് എന്നും എന്താണ്, എവിടെയാണ് താമസിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അയാൾ ആരാഞ്ഞു. എന്തിനേറെ പറയുന്നു, താൻ ഒരു വീട്ടുജോലിക്കാരിയാണ് എന്ന് ഉള്ള വസ്തുത തന്നേക്കാൾ നന്നായിട്ട് ആ വ്യക്തിക്ക് അറിയാമെന്ന വാർത്ത ശാന്തി ദേവി അല്പം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇത്രയും ചെറിയ പണം കൊണ്ട് നീ എത്ര കാലം നിൻ്റെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കും? ഇപ്പോൾ ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിച്ചാൽ മതിയോ? നിൻ്റെ കുട്ടികളെ സർക്കാർ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചാൽ മതിയോ? അവർക്ക് നല്ലൊരു ജീവിതം നിനക്ക് നൽകണ്ടേ? അതിന് ഞാൻ നിന്നെ സഹായിക്കാം എന്ന്
ആ പരിചയപ്പെട്ട വ്യക്തി ശാന്തി ദേവിയോട് പറഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഇല്ല, എനിക്കിപ്പോഴുള്ള വരുമാനത്തിൽ ഞാൻ സംതൃപ്തിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പെട്ടെന്ന് വരുമാനമുണ്ടാക്കുന്ന പല മാർഗങ്ങളും കുറ്റകൃത്യങ്ങളുടെ വഴിയാണ് എന്ന് തനിക്കറിയാമെന്ന് അവർ പറഞ്ഞപ്പോൾ താൻ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നും തന്നെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല എന്നും ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ ഒരു പ്രശ്നവും വരില്ല, നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതിയെന്ന് ആ പുരുഷൻ അവളോട് മറുപടി പറഞ്ഞു. ഈ വീട്ടിൽ തിരിച്ചെത്തിയ ശാന്തി തൻ്റെ ജീവിതത്തെ ആകമാനമൊന്ന് വിലയിരുത്തി നോക്കി. ഇങ്ങനെ പോയാൽ മതിയോ? തൻ്റെ കുട്ടികളുടെ ഭാവി എന്താവും? അവർക്ക് നല്ല ഭക്ഷണം എങ്ങനെ നൽകും? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവൾ രാത്രി ഒരു തീരുമാനമെടുത്തു. അതെ, അയാൾ പറയുന്ന പണി അല്പം റിസ്ക് ഉള്ളതായാലും ഒന്ന് ചെയ്തു നോക്കാമെന്ന്. പിറ്റേന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയ ശാന്തി ദേവി അയാളെ കണ്ടുമുട്ടുകയും അയാൾ പറഞ്ഞ കാര്യത്തിന് താൻ തയ്യാറാണ് എന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. നീ തയ്യാറാണെങ്കിൽ നമുക്കിവിടെ ഇരിക്കേണ്ട, അല്പം മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ യാത്ര ചെറിയൊരു പാർക്കിലാണ് അവസാനിച്ചത്. അയാൾ അവിടെ വെച്ച് താൻ ചെയ്യുന്ന തൊഴിൽ എന്താണ് എന്നും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഒപ്പം പോലീസുകാരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ആ ബിസിനസ് എങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യാമെന്നുമൊക്കെ അവളെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടുകൂടി ശാന്തിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ജീവിത പ്രാരാബ്ധം നിമിത്തം അയാൾ പറഞ്ഞ ജോലി സന്തോഷപൂർവ്വം അവൾ ഏറ്റെടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, മറ്റുള്ളവർ നൽകുന്ന മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനവൾക്ക് ചെറിയൊരു പ്രതിഫലവും ലഭിക്കും. എന്തായാലും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾക്ക് കസ്റ്റമേഴ്സിനെ സമീപിക്കുവാൻ വലിയ പാടുണ്ടായില്ല. ഒപ്പം തന്നെ കസ്റ്റമേഴ്സിന് ഒരു സ്ത്രീയായ ശാന്തിദേവിയുടെ അടുത്തെത്തി അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഇവരുടെ ജീവിതം വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പോവുകയാണ്. 2 വർഷം കൊണ്ട് തന്നെ ശാന്തി ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പണം നേടുവാൻ അവർക്ക് കഴിഞ്ഞു. അവർ ഒരു മുറി വീട് സ്വന്തമാക്കി. അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവരുടെ റൂമിൽ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവരുടെ സഹോദരന്മാർ അവരോട് പറഞ്ഞത്, ഈ ഒരു ബിസിനസ് ഇങ്ങനെ പോയാൽ അപകടമാണ്, റൂമിൽ ധാരാളം പണം ഇങ്ങനെ കൂട്ടിവയ്ക്കുവാനായിട്ട് പറ്റില്ല, നമുക്ക് ലാഭകരമായ മറ്റൊരു ബിസിനസ് കൂടെ ഇതോടൊപ്പം തുടങ്ങണം, അതായത് ബ്ലാക്ക് മണി വെളുപ്പിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചനയ്ക്കൊടുവിൽ അവർ ഒരു ടാക്സി സർവീസ് തുടങ്ങുവാൻ ആരംഭിച്ചു. 1ലേറെ ടാക്സികൾ, അതെ, ശാന്തിദേവിയുടെ പേരിൽ അവരുടെ സഹോദരങ്ങളൊക്കെ കൂടെ നിരനിരയായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറക്കി. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് എന്ന തരത്തിൽ ഇവർ ഈ പണമെല്ലാം ബാങ്കിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. ഒന്നല്ല 27ഓളം അക്കൗണ്ടുകളാണ് ഇവർ ഉണ്ടാക്കിയത്. ഈ 27 അക്കൗണ്ടുകളിലുമായിട്ട് ഇവരുടെ പണം ഇങ്ങനെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് അജയ് ലോക്കാൻഡെ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. അനധികൃതമായ ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുവാനാണ് അയാൾ അവരുടെ വീട്ടിലെത്തിയത്. നിർഭയം വാതിൽ തുറന്നു കൊടുത്ത ശാന്തിദേവി, എൻ്റെ വീട്ടിൽ പരിശോധിച്ചാൽ മതിയോ അതോ എന്നെയും പരിശോധിക്കണ്ടേ എന്ന് അയാളോട് ചോദിക്കുകയായി. അയാൾ തമാശ രൂപേണ ചിരിച്ചു. കാര്യം എന്തു തന്നെയായെങ്കിലും 2 മണിക്കൂറോളം ആ വീട്ടിൽ ചിലവഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയ അയാൾ ആ വീട്ടിൽ പ്രത്യേകിച്ച് ലഹരി മരുന്നുകളൊന്നുമില്ല എന്നൊരു ചിരിയോടെ സമ്മതിച്ചു. ശാന്തിദേവിയുടെ മുഖത്തും ചെറിയൊരു ചിരി വിടർന്നു. അവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം അതോടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ 82-ലെ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ ശാന്തിദേവി 92 ആയപ്പോഴാണ് ഈ അജയ് ലോക്കാൻഡെ എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സൗഹൃദത്തിലാകുന്നത്. സ്വാഭാവികമായിട്ടും ശാന്തിദേവി ഉദ്ദേശിച്ചത് തൻ്റെ ബുദ്ധിയിൽ അയാൾ വീണു, തന്നെ അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ പോകെ പോകെ അവർ തമ്മിലുള്ള സൗഹൃദം വളർന്നപ്പോൾ
ജുഹുവിലുള്ള ഒരു പാർക്കിൽ വെച്ച് ഒരു നാൾ അജയ് എന്ന വ്യക്തി അവളോട് പറഞ്ഞു, നിൻ്റെ ബിസിനസ് എന്താണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാമെന്ന്. അപ്പോഴാണ് താൻ ഒരു വിഡ്ഢിവേഷം കെട്ടുകയായിരുന്നു എന്നും തൻ്റെ സ്മാർട്ട്നെസ് കൊണ്ട് പോലീസുകാരനെ പറ്റിച്ചു എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളതും ഞെട്ടലോടെ അവർ തിരിച്ചറിയുന്നത്. അതോടുകൂടി അവർ തൻ്റെ ബിസിനസ് മറ്റൊരു തരത്തിലേക്ക് വ്യാപിപ്പിച്ചു. പോലീസുകാരൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിന് ആവശ്യമായ കമ്മീഷൻ നൽകിക്കൊണ്ട് അവർ പോലീസിൻ്റെ മൗന അനുവാദത്തോടെ തന്നെ തൻ്റെ ബിസിനസ് ഒന്ന് വിപുലീകരിച്ചു. സ്വാഭാവികമായിട്ടും ഒരാൾ പോരാട്ടം ഇല്ലെങ്കിൽ കുറച്ച് മയക്കുമരുന്ന് ഏജൻസ് മാത്രം വെച്ചുകൊണ്ട് ബിസിനസ് വിപുലപ്പെടുത്തിയിരുന്ന ശാന്തി ദേവിക്ക് പോലീസിൻ്റെ പിൻബലവും ഇതോടുകൂടി ലഭിക്കുകയായി. അവരങ്ങനെ കാണേണ്ടവരെയൊക്കെ കണ്ട് സൽക്കരിക്കേണ്ടതായ രീതിയിൽ എല്ലാവരെയും സൽക്കരിച്ച് പോലീസിലൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാലമാണ്. 2001 ആയപ്പോഴേക്കും നിർഭാഗ്യവശാൽ ഇവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും 8 മാസത്തോളം ജയിൽവാസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. തിരിച്ചെത്തിയ ശാന്തി ദേവി ആകെ തകർന്നുപോയി. കാരണം അവരുടെ ബിസിനസ്സിൻ്റെ 80% നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രംഗത്തേക്ക് പുതിയ ആളുകൾ കടന്നെത്തിയിരിക്കുന്നു. ബിസിനസ്സിലെ എതിരാളികൾ തൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടമാകുമെന്ന് അവർ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു ഉപായം ആലോചിച്ച് അജയ് ലോഖാണ്ടയെ സമീപിക്കുകയും ചെയ്തു. അവർ 2-3 ദിവസത്തേക്കുള്ള ഒരു ഉല്ലാസയാത്ര പ്ലാൻ ചെയ്തു. സ്വാഭാവികമായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം അവർ പോലീസിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. തൻ്റെ ശത്രുക്കൾ എവിടെയാണ് കച്ചവടം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസിന് ചോർത്തി നൽകി അങ്ങനെ പോലീസുകാരുടെ വിശ്വസ്തയായ ഒരു വ്യക്തിയായിട്ട് ശാന്തി ദേവി ഇങ്ങനെ വളർന്നു വരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും തനിക്ക് ബന്ധങ്ങൾ ഇനിയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അവർ ഇലക്ഷനിൽ നിന്ന് ചില സ്ഥാനാർത്ഥികൾക്ക് നിർലോഭം പിന്തുണ നൽകി, പണമായും അല്ലാതെയും എന്താണെങ്കിലും ഇവരുടെ സപ്പോർട്ടോടെ തന്നെ പല വ്യക്തികളും ഭരണത്തിൽ അവരോധിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവരൊക്കെയും ശാന്തി ദേവിയുടെ ആജ്ഞാനുവർത്തുക്കളായിട്ട് മാറി. അങ്ങനെ പോലീസ്, രാഷ്ട്രീയം ഇങ്ങനെ വിവിധ മേഖലകളിൽ അവരവരുടെ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒപ്പം മയക്കുമരുന്ന് ഒറ്റിക്കൊടുത്തുകൊണ്ട് പോലീസിൻ്റെ വിശ്വസ്തയായ ഒരു വ്യക്തിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു സ്ത്രീ തന്നെ വെല്ലുവിളിക്കാൻ എന്നവണ്ണം ഇതേ ബിസിനസ് അല്ലെങ്കിൽ ശാന്തി ദേവിയുടെ അതേ ബിസിനസ്സുമായിട്ട് മുന്നേറുന്ന ഒരു വാർത്ത അവരറിഞ്ഞു. ആ സ്ത്രീയുടെ പേര് ആശ എന്നായിരുന്നു. ഒരു ദിവസം ശാന്തി ആശ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് 2 നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒന്നുകിൽ ഈ ബിസിനസ് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക, ഇല്ല എങ്കിൽ ഈ ഏരിയയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന്. ശാന്തി തൻ്റെ ഡിമാൻഡ് ഒരിക്കൽ കൂടെ ആശയോട് പറഞ്ഞപ്പോൾ അവരെ കോപാകുലയായി എന്ന് മാത്രമല്ല ശാന്തിയെ വ്യക്തിഹത്യ നടത്തുക കൂടി ചെയ്തു. പല പുരുഷന്മാരുടെ ഒപ്പം നടന്ന് പണം സമ്പാദിച്ച് ബിസിനസ്സിലിറക്കി അതുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഗതികെട്ട ഒരു സ്ത്രീയല്ല താനെന്നും ശാന്തിയെപ്പോലെയുള്ള തരം താണ സ്ത്രീകളോടൊത്ത് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് അവരാവശ്യപ്പെടുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, ശാന്തിയെ തള്ളി വീട്ടിൽ നിന്ന് അവർ പുറത്താക്കി. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് ഒരു വേശി എന്ന തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ. എന്തിനേറെ പറയുന്നു, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആശ എന്ന യുവതിയുടെ വീട് കത്തി പോവുകയും ഈ യുവതിയും അതോടൊപ്പം വെന്ത് വെണ്ണീറാവുകയും ചെയ്തു. എതിരാളികളെ ഏത് വിധേനയും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ്
ശാന്തി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡ്രഗ്സിൻ്റെ പരിധിയിൽ വരാത്ത എന്നാൽ യുവാക്കളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന മിയാവ് മിയാവ് എന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു രാസവസ്തു അക്കാലത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ഇതിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശാന്തി ഇതിനെ വലിയൊരു അവസരമായിട്ട് കാണുകയും ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്ന കമ്പനികളോടൊക്കെ അടുത്ത 2 വർഷത്തേക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റും താൻ ഏറ്റെടുത്തു കൊള്ളാം, അത് തനിക്ക് തന്നെ തരണമെന്ന് മൂന്നാമതൊരാൾക്ക് കൈമാറാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു മേഖലയിലും, അതായത് പോലീസിൻ്റെ അല്ലെങ്കിൽ നാർക്കോട്ടിക് വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽ ലഹരി മരുന്ന് അല്ലാത്തത് കൊണ്ട് തന്നെ പോലീസിനെ ഭയപ്പെടാതെ ആ ഒരു വസ്തുവും ഇവരെ കാര്യമായിട്ട് വിപണനം ചെയ്ത് മുന്നേറുകയാണ്. ഈ ഒരു അവസരത്തിലാണ് അവരെ വല്ലാത്തൊരു വാർത്ത അറിയുന്നത്. തൻ്റെ കാമുകനായിരുന്ന അല്ലെങ്കിൽ പ്രിയഭാജനമായിരുന്ന നമ്മുടെ പോലീസുകാരന് ആരാണ് അജയ് മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി എന്നും ആ ഒരു സ്ത്രീയും തന്നെ പോലെയുള്ള സെയിം ബിസിനസ്സിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും അവളെ അജയ് വളർത്തിക്കൊണ്ട് വരികയാണ് എന്നും കേട്ടപ്പോൾ ശാന്തി ദേവി ആകപ്പാടെ ഒന്ന് ഉലഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അയാളെ വരുതിക്ക് നിർത്തണമെന്ന് തീരുമാനിച്ചു. അവസാനം ഒരു ദിവസം അജയിൻ്റെ വീട്ടിൽ നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുണ്ട് എന്ന് ഇവർ നാർക്കോട്ടിക് സെല്ലിന് ഇൻഫർമേഷൻ നൽകുകയും അയാളെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നാർക്കോട്ടിക് വിഭാഗത്തിൻ്റെ നിർദ്ദേശാനുസരണം അറസ്റ്റ് ചെയ്ത് ജയിലിലാകുകയും ചെയ്തു. ആ ഒരു സമയത്ത് നമ്മുടെ ശാന്തിയും മയക്കുമരുന്ന് കൈവശം വെക്കുന്നു എന്ന തരത്തിലേക്ക് ഇൻഫർമേഷൻ പുറത്താകുകയും എന്തായാലും കോടതിയുടെ മുന്നിൽ ഈ 2 കേസും പരിഗണനയിലെത്തുകയും ചെയ്തു. അപ്പോഴാകട്ടെ ശാന്തി ജഡ്ജിയോട് തനിക്ക് സംസാരിക്കാൻ ഒരു അവസരം നൽകണമെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ജഡ്ജി ഇവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നൽകിയപ്പോൾ പിടിച്ചെടുത്ത ഉൽപ്പന്നം യഥാർത്ഥത്തിൽ ലഹരിമരുന്ന് തന്നെയാണോ എന്ന് തെളിയിച്ചിട്ട് പോരെ കേസുമായിട്ട് മുന്നോട്ട് പോകുവാൻ എന്നൊരു ചോദ്യം ചോദിച്ചു. അപകടം മണത്ത് ഇല്ലെങ്കിൽ കാര്യം എന്താണെന്ന് ജഡ്ജിക്ക് മനസ്സിലായി. ഈ വസ്തു എന്താണ് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുവാനുള്ള ഉത്തരവിട്ടു. അങ്ങനെ പരിശോധനാ ഫലം മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവർ പിടിച്ചെടുത്ത മിയാവു മിയാവു എന്ന പ്രോഡക്റ്റ് അത് അങ്ങനെ ഒരു വസ്തുവേ അല്ല, പകരം നമ്മുടെ ഫുഡിലൊക്കെ ചേർക്കുന്ന അജിനോമോട്ടോ ആണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം നടന്നു. ഇവരെ ഈ കേസ് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ശാന്തിക്ക് ജാമ്യം കിട്ടുന്നു. അജയ്യ പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ആ ഒരു സമയത്ത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ കൈക്കൂലി തരണമെന്നും അത് തന്നാൽ ഈ കേസ് മാറ്റാം, അതിൽ നിന്ന് രക്ഷിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പണ്ട് കാലത്ത് അവർ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് നൽകിയതാണ്. അപ്പോൾ ഇയാൾ തന്നെ എന്നും ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി അവർ പണം നൽകാമെന്ന് പറയുകയും മ്യാവ് മ്യാവ് എന്നുള്ള പ്രോഡക്റ്റിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് പുതിയൊരു വസ്തുവിനെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു എന്നാണ് പിന്നാമ്പുറ വർത്തമാനം. എന്തായാലും ഇവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയ്ക്ക് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ജയിലിലായിരുന്ന അജയിനെ ഇവർ ഒരു തവണ ചെന്ന് വെല്ലുവിളിച്ചു. അത് എന്നെ ചതിച്ചാൽ എന്താണ് ഫലമെന്ന് മനസ്സിലായോ എന്നൊരു വെല്ലുവിളിയായിരുന്നു ഇവർ നടത്തിയത്. കാരണം അജയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി തന്നെ ജയിലിൽ അടച്ചത് ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കേസിൽ കുടുക്കിയത് ശാന്തിയുടെ അതിബുദ്ധി തന്നെയാണ് എന്ന്. ഇപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം പുതിയൊരു എതിരാളി വളർന്നു വരുന്നു ബിസിനസ് മേഖലയിൽ. ഒപ്പം തൻ്റെ പ്രിയഭാജനമായ അജയ് മറ്റൊരു പെണ്ണിൽ അനുരക്തനായിരിക്കുന്നു. ഇതൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും കേസിൽ നിന്ന് 2 പേരും മോചിതരായി. കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനി നിന്നെ ഒരിക്കലും കണ്ടുമുട്ടേണ്ടി വരില്ലല്ലോ എന്നൊരു ഭാഷ്യം അജയ് നൽകിയപ്പോൾ അങ്ങനെയല്ലല്ലോ, അജിനോമോട്ടോ വന്ന കഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊരു സൂചനയൊക്കെയാണ് ഇവർ നൽകിയത്. പക്ഷേ ഇപ്പോഴും അവർ മുംബൈയിൽ തൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർ പോലീസുകാരുടെ റെക്കോർഡിൽ ഇല്ലെങ്കിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് ഹോൾസെയിൽ മത്സ്യ വിൽപ്പനക്കാരിയായിട്ട് മാത്രമാണ്. അതായത് നിരവധി തവണ
മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ സമാനമായ പല കുറ്റകൃത്യങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട് എങ്കിലും പിടിപ്പിക്കപ്പെടാൻ മാത്രം, അല്ലെങ്കിൽ തെളിവ് ലഭിക്കാൻ മാത്രമോ ശിക്ഷിക്കപ്പെടാൻ മാത്രമുള്ള തെളിവുകൾ പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവരിന്നും ബോംബെയിൽ തൻ്റെ ബിസിനസ് നിർബാധം തുടരുന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഇവരൊക്കെ വേറെ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ലായിരുന്നോ? അടുക്കള ജോലിയും കൊണ്ട് കുട്ടികളെ വളർത്തുക പോരായിരുന്നോ? അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൂട്ടിവെച്ച് മറ്റൊരു തലത്തിലേക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കാം. ശാന്തി എന്ന സ്ത്രീയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു കുറ്റവാളിക്കും എന്ത് കുറ്റം ചെയ്യുമ്പോഴും അവരുടേതായ ഒരു ന്യായീകരണമുണ്ട്, അവരുടേതായ ഒരു അല്ലെങ്കിൽ അവരുടേതായ വാദഗതികളുമുണ്ട്. ശാന്തി എന്ന സ്ത്രീയുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. ചെറിയ 2 കുട്ടികളുള്ളപ്പോൾ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കി അടുക്കള പണിയുമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകും? അവരാഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികളെ വളർത്താൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കേണ്ടത് ആവശ്യകത വരുന്നു. അപ്പം ബിസിനസ് തകർന്നു പോകാതിരിക്കാൻ എതിരാളികൾ വരുന്നവരെ സ്വാഭാവികമായിട്ടും നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് മറ്റുള്ളവർ വളരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അവരത് ചെയ്തു. വളരെ തന്നെ വളർത്താൻ ഒരുപാട് സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടിയും തന്നെ ഇട്ടിട്ട് മറ്റൊരാളെ വളർത്തിക്കൊണ്ട് വരുന്നു. സ്ത്രീ സഹജമായ അസൂയ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു എതിരാളിയെ മറ്റൊരാൾ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഉയർത്തിക്കൊണ്ട് വരുമ്പോഴുള്ള അസ്വസ്ഥത. അതുകൊണ്ടാണ് അവർ പോലീസ് ഉദ്യോഗസ്ഥനെ കെണിയിൽപ്പെടുത്തി. എന്നാൽ പോലും അയാളെ രക്ഷിച്ചു. അയാളെ എന്നേക്കുമായിട്ട് തടങ്കിൽ അടച്ചില്ല. സ്വന്തം കയ്യിലെ പൈസ മുടക്കി അവിടെ എടുത്തുന്ന അല്ലെങ്കിൽ മ്യാവു എന്നുള്ള വസ്തു കണ്ടെടുത്തു. അതിന് പകരം ആ ഒരു വസ്തുവിന് ലാബിലെ പരിശോധനാ ഫലം വരുമ്പോൾ അത് മറ്റൊരു വസ്തുവായിട്ട് പരിണമിക്കുന്നു. ആ കാമുവിനെയും തന്നോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവർ മറ്റൊരു തരത്തിൽ തൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയും ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കിടയിലുണ്ട്, ആണും പെണ്ണുമായിട്ട്. അർഹിക്കുന്ന നീതി ലഭിക്കാതെ വരുമ്പോഴാണ് പലരും തങ്ങൾക്ക് അവകാശപ്പെട്ട നീതി നേടുന്നതിന് നിയമത്തെ കയ്യിലെടുക്കുന്നത്.